നിങ്ങൾ എന്നും ഉണ്ടാക്കുന്ന ബിരിയാണി മടുത്തെങ്കിൽ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് അടിപൊളിയാണ്. ഉണ്ടാക്കാനും ഭയങ്കര ഈസി ആട്ടോ. ഒരു പാത്രത്തിലേക്ക് നെയ്യും കുറച്ച് ഓയിലും പിന്നെ സ്പൈസസും. ഞാനിവിടെ ഒരു 6 സവാള ആട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 2 തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ മസാല. ഞാനിവിടെ ശക്തി ബിരിയാണി മസാലയാണ് എടുക്കുന്നത്. ഈ ഒരു മസാല മാത്രം മതി നമ്മുടെ ബിരിയാണിക്ക് ഫ്ലേവർ തരാൻ. ഇനി നമുക്ക് ആ ചിക്കനും കൂടെ അതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് തികച്ച ഓപ്ഷനിലാട്ടോ ഈ പുതിനയിലും മല്ലിയിലയും കൂടെ അരച്ചിടുന്നത്, അല്ലാതെ ഇടാവേ. ഒരു 10 മിനിറ്റ് നമുക്ക് ചിക്കൻ മൂടി വെച്ച് വേവിക്കാം. വെന്ത ചിക്കനിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെ വേണം എടുക്കാൻ. ഇനി റൈസ് ഒന്ന് വെന്ത് വെള്ളം ഒന്ന് വറ്റി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് അടച്ചിട്ട് ഒരു കട്ടിയുള്ള പാത്രം എടുത്ത് വെക്കാം. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബിരിയാണി ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അടിപൊളി ടേസ്റ്റും